നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബിജെപിയിലെ ഭിന്നത മറനീക്കിപ്പുറത്ത്. കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. അധ്യക്ഷ സ്ഥാനത്ത് രാജ്യസന്നദ്ധത അറിയിച്ച സുരേന്ദ്രൻ തള്ളി കേന്ദ്ര നേതൃത്വം. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല. സ്ഥാനാർത്ഥി നിർണയം പാളിയതായി നഗരസഭാധ്യക്ഷ. കണ്ണൂർ വളപട്ടണത്ത് വൻ കവർച്ച. വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപ കവർന്നു. പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് 2 വർഷത്തെ ആസൂത്രണം എന്ന് പോലീസ്. കളമശ്ശേരിയിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിൽ. പദ്ധതിയിട്ടത് 1.5 മാസം മുമ്പെന്ന് പോലീസ്. സംഭാൽ അശാന്തം. സംഘർഷ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ. ഇന്റർനെറ്റ് സേവനം നിർത്തി. ആക്രമണങ്ങളിൽ കർശന നടപടിയെന്ന് സർക്കാർ. യോഗി സർക്കാർ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം. Is affecting the entire country. Nothing is on record. And nothing is going on record. No. Entire Nothing country. is going on record. And അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ചർച്ചയെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി സർക്കാർ. ജനങ്ങൾ തള്ളിയവർ സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി. न लोकतंत्र की भावना का सम्मान करते हैं. സീപ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമല്ലെന്ന് പഠന റിപ്പോർട്ട്. ജലമലിനീകരണമോ പരിസ്ഥിതിക ആഘാതമോ ഉണ്ടാക്കില്ല. മത്സ്യസമ്പത്ത് കുറയില്ലെന്നും ശാസ്ത്രജ്ഞർ. റിപ്പോർട്ടിലെ വിവരങ്ങൾ ന്യൂസ് 18. പദ്ധതിക്കെതിരായ നിലപാടിൽ മാറ്റമില്ലെന്ന് TJ ആഞ്ചലോസ്. പെർത്തിൽ തല ഉയർത്തി ടീം ഇന്ത്യ. ബുംറയ്ക്കും സിറാജിനും മുന്നിൽ കാലിടറി കങ്കാരുപ്പട. ഓസീസിന് 295 റൺസിന് തകർത്തു. ജിദ്ദയിൽ IPL താരലേലം തുടരുന്നു. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സുരേന്ദ്രന് എതിരെ രംഗത്തെത്തി. എന്നാൽ വിമർശിക്കുന്നവർക്ക് മുൻകാല തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് സുരേന്ദ്രന്റെ മറുപടി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് സുരേന്ദ്രൻ പറയുമ്പോഴും ഉടൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. സ്ഥാനാർത്ഥി നിർണയത്തിനെ ചൊല്ലി തെരഞ്ഞെടുപ്പിന് മുന്നേ തുടങ്ങിയ BJPയിലെ തർക്കം പാലക്കാട്ടെ കനത്ത പരാജയത്തിന് ശേഷം ആളിക്കത്തുകയാണ്. മുനിസിപ്പൽ കൗൺസിൽ അംഗം മുതൽ ദേശീയ കൗൺസിൽ അംഗം വരെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനുമേൽ വെച്ച് രംഗത്തെത്തി. പരാജയത്തിന് കാരണം സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ കൂടി നിലപാടെടുത്തതോടെ അമ്പുകളെല്ലാം കെ സുരേന്ദ്രന്റെ നേർക്കാണ്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം നേതൃത്വത്തിനാണെന്നും നേതൃത്വത്തെ നയിച്ച തനിക്കാണ് ഉത്തരവാദിത്വമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ രാജ്യസന്നദ്ധത അറിയിച്ച കെ സുരേന്ദ്രനോട് തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായാണ് വിവരം. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ വിമർശിക്കുന്നവർക്ക് മുൻകാല തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി മറുപടി പറയുകയാണ് സുരേന്ദ്രൻ. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചതാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ V മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്വം. സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ കുമ്മനം രാജശേഖരൻ നിർദ്ദേശിച്ചത് 3 പേരുകളാണ്. അതിൽ 2 പേർ മത്സരിക്കാനില്ലെന്ന് നിലപാടെടുത്തു. എങ്കിലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കുമ്മനം പറഞ്ഞിരുന്നു. എന്നിട്ടും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സുരേന്ദ്രന്റെ താൽപര്യം. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സന്ദീപ് വാര്യർ എതിർക്കുകയും
പിന്നീട് അത് പാർട്ടി വിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടഞ്ഞു നിന്ന സന്ദീപിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ BJP സംസ്ഥാന നേതൃത്വം ശ്രമിക്കാഞ്ഞതിനും സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും. അടുത്ത പാർട്ടി യോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാകും ഉണ്ടാവുക. MD രമേശും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരേന്ദ്രനെതിരെ നിലപാട് കടുപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി മുരളീധരന്റെ പിന്തുണ പോലും സുരേന്ദ്രന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതോടെ സുരേന്ദ്രന്റെ നില കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാലക്കാട് BJPയിൽ തുറന്ന പോര്. ദേശീയ നിർവാഹക സമിതി അംഗം N ശിവരാജിന് പുറമെ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനും C കൃഷ്ണകുമാറിനും BJP നേതൃത്വത്തിനും എതിരെ രംഗത്ത് വന്നു. നഗരസഭാ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ച പ്രമീള കെ സുരേന്ദ്രന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായാണ് കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് എന്നും തുറന്നടിച്ചു. ഏറെ നാളായി വിഭാഗീയത ശക്തമായ പാലക്കാട്ടെ BJPയിൽ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടെ അതെല്ലാം മറനീക്കി പുറത്തു വരികയാണ്. BJP ഭരിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്ന C കൃഷ്ണകുമാറിന്റെ പരാമർശമാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ ചൊടിപ്പിച്ചത്. 1-2 വർഷമായിട്ട് നഗരസഭാ ഭരണത്തിനെതിരായിട്ട് നടത്തിവരുന്ന പ്രചരണങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം നഗരസഭയിലെ റോഡുകൾ തകർന്നു കിടക്കുന്നു, നഗരസഭയിലെ ടൗൺ ഹാൾ പൊളിച്ചിട്ടിരിക്കുന്നു. ഇത് വലിയ തരത്തിൽ ഞങ്ങളെ ബാധിച്ചു. തോൽവിയിൽ പ്രമീള ഉൾപ്പെടെ 18 കൗൺസിലർമാർക്കെതിരെ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന P രഘുനാഥ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് പ്രമീളയുടെ പരസ്യ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ച് തിരിച്ചടി കാരണമായെന്നുമാണ് വിമർശനം. നഗരസഭയ്ക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരിച്ചു. സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ലാതെ ഞാൻ പറയുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണെന്നും കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗിജി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടുകൂടിയാണ് ഞാൻ പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കൃഷ്ണകുമാറിനെതിരെ കൂടുതൽ നേതാക്കളും കൗൺസിലർമാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ തന്റെ അഭിപ്രായം പറയേണ്ട വേദികളിൽ പറയുമെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്നും പാർട്ടി മറ്റു പ്രധാന ചുമതലകൾ നൽകിയിട്ടുണ്ട് എന്നും മുരളീധരൻ പ്രതികരിച്ചു. ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. കണ്ടകശനി BJPയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഈ വിമർശനത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി. സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തും, പുറകിൽ നിർത്തില്ല എന്ന ഉറപ്പ് സന്ദീപിന് നൽകിയിട്ടുണ്ട് എന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം ആയിരുന്നു. ഓന്തിന്റെ നിറം മാറും പോലെ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനവുമായി മുന്നോട്ടു പോവുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കട്ടെ എന്നും സതീശൻ പറഞ്ഞു. ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവരെ തന്നെ ബാധിക്കും എന്ന് തിരിച്ചറിയണം എന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഫലം ആണ് ഇത്തവണത്തേത്. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തിലും LDF BJPക്ക് പിന്നിൽ ആണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുമായി പാരമ്പര്യമായി ബന്ധം ഉള്ളത് ഇടതുപക്ഷത്തിനാണ് എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആത്മകഥാ വിവാദത്തിൽ രവി DC-യുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. കരാർ ഉണ്ടായിരുന്നില്ല എന്ന് രവി DC അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കോട്ടയം DYSP KG അനീഷാണ് മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും.
വളപട്ടണത്ത് വൻ കവർച്ച. കണ്ണൂർ വളപട്ടണത്ത് വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300 പവനും കവർന്നു. മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്ന സംശയത്തിലാണ് പോലീസ്. വളപട്ടണം മന്നയിൽ അരിമൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് വൻ കവർച്ച. 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയുമാണ് നഷ്ടമായത്. അഷ്റഫും കുടുംബവും മധുരയിൽ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം മനസ്സിലാക്കിയത്. ചൊവ്വാഴ്ചയാണ് മോഷണം നടന്നതെന്നാണ് സംശയം. കിടപ്പുമുറിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത്. കവർച്ചാ സംഘത്തിൽ 3 പേരുണ്ടെന്നാണ് വിവരം. ഇതിൽ മുഖം മൂടി ധരിച്ച നിലയിൽ 2 പേരുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് റെയിൽവേ പാളത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ എത്തി. മോഷ്ടാക്കൾ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതാകാമെന്നാണ് സംശയം. കവർച്ചാ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് റൂറൽ SP P അനൂജ് പലിവാൾ പറഞ്ഞു. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കാം. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കാം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും സമീപ വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചയിൽ 13 പേരെ പോലീസ് പിടികൂടി. 2 വർഷം നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘത്തിലെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ട്. കണ്ണൂർ സ്വദേശികളായ വിപിൻ, അനന്തു, താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീൻ, അനസ്, തൃശൂർ സ്വദേശികളായ സലീഷ്, മിഥുൻ, അർജുൻ, സതീഷ്, ലിസൺ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. കേസിലെ പ്രതികളായ കൂത്തുപറമ്പ് സ്വദേശി നിഖിൽ രാജ്, പ്രവീൺ ലാൽ, തൃശൂർ വരന്തരപ്പിള സ്വദേശി സജിത് കുമാർ, എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിങ്ങനെ: താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീനും അനസും 2 വർഷം മുൻപ് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ജ്വല്ലറി ഉടമകളായ യൂസഫും ഷാനവാസും സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് ഷിഹാബുദ്ദീനും അനസും മറ്റൊരു കേസിൽ ജയിലിൽ പോവുകയും അവിടെ വെച്ച് വിപിനുമായി പരിചയപ്പെടുകയും ചെയ്തു. വിപിന്റെ സുഹൃത്ത് അനന്തുവാണ് കവർച്ചാ സംഘങ്ങളെ സജ്ജമാക്കിയത്. കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഈ മാസം 8-ന് ഇവർ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് നടന്നില്ല. അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട് പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് ഈ നമ്മളുടെ D-Dayയിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. സ്വർണം തട്ടിയെടുത്ത് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ച് പിടികൂടി. ഈ വാഹനത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ 5 പേർ സ്വർണവുമായി തൃശൂരിലേക്ക് പോകും വഴി പല ഭാഗത്തിറങ്ങി. കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്താണ് മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തിയത്. തട്ടിയെടുത്ത സ്വർണത്തിൽ 2.2 കിലോ സ്വർണം കണ്ടെടുത്തു. കേസിലിനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പെരുമ്പാവൂർ സ്വദേശിനി JC എബ്രഹാമിന്റെ സുഹൃത്തുക്കളായ ഗിരീഷ് ബാബുവും ഖദീജയുമാണ് പിടിയിലായത്. സ്വർണവും പണവും കവർച്ച ചെയ്യാൻ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടന്ന ദിവസം പ്രതി ഗിരീഷ് അപ്പാർട്ട്മെന്റിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ CCTV ദൃശ്യങ്ങൾ ആണ് കേസിൽ നിർണായകമായത്. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചും കൊല്ലപ്പെട്ട JCയുടെ ഫോൺ കോളുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. JC എബ്രഹാമിന്റെ പരിചയക്കാരനും സുഹൃത്തുമായ ഗിരീഷ് ബാബു മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. JCക്കൊപ്പം മദ്യപിച്ച പ്രതി ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ കൊണ്ട് തലയ്ക്കടിച്ചു. മരണം ഉറപ്പിച്ച ശേഷം മൃതദേഹം ശുചിമുറിയിൽ ഉപേക്ഷിച്ച് പ്രതി അപ്പാർട്ട്മെന്റിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. ഗിരീഷ് ബാബു സംഭവം നടക്കുന്ന ദിവസം വീട്ടിലേക്ക് വരുന്നതും തിരികെ പോകുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്.
ഹെൽമറ്റ് ധരിച്ച് ഫ്ളാറ്റിലേക്ക് കയറിപ്പോയ പ്രതി കൊലപാതകത്തിന് ശേഷം മറ്റൊരു ഷർട്ട് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. ജെയ്സിയുടെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഖദീജയ്ക്കൊപ്പം ചേർന്നാണ് ഗിരീഷ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികളായ ഗിരീഷും ഖദീജയും കുറ്റം സമ്മതിച്ചു. പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നും മൊഴിയിലുണ്ട്. ഇദ്ദേഹം ആ സ്ഥലത്ത് നേരത്തെ തന്നെ വന്ന് പരിശോധിക്കുകയും അതിനുശേഷം രാവിലെ ഏകദേശം 10 അവിടെ 17-ാം തീയതി 10 അവിടെ എത്തുകയും 12:30 മണിക്ക് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആട്ടോയിൽ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 2 വളകൾ, ഒരു മോതിരം, 2 ഫോണുകളാണ് നഷ്ടപ്പെട്ടത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായിരുന്ന കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാം ഇൻഫോ പാർക്കിലെ ജീവനക്കാരനായ ഗിരീഷിനെയും ബേക്കറി ജീവനക്കാരെ ഖദീജയും തമ്മിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടവേള. അദാനി വിവാദത്തിലും സംഭൽ സംഘർഷത്തിലും ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാൽ തള്ളപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശിച്ചു. നാളെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ഭരണഘടനാ ദിനാചരണത്തിൽ പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കൾ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഉത്തർപ്രദേശിലെ സംഭാലിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് കർശനമായ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇന്റർനെറ്റ് ബന്ധം അടക്കം വിച്ഛേദിച്ചിരിക്കുകയാണ്. വിഷയം പാർലമെന്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി നോട്ടീസ് നൽകിയിരുന്നു. മഹാരാഷ്ട്രയിൽ ചർച്ചകൾ തുടരുന്നു. ബിജെപിയിൽ നിന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പായി. ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻഡെയും NCPയിൽ നിന്ന് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ ആകും എന്നതാണ് നിലവിലെ ധാരണ. അനൌദ്യോഗിക ധാരണയിൽ എത്തിയെങ്കിലും 3 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം വിജയം കണ്ടു എന്ന് വേണം കരുതാൻ. RSS നിർദ്ദേശവും NCP പിന്തുണയും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും ദേവേന്ദ്ര ഫഡ്നാവിസിന് അനുകൂലമായി. 5-4 ഭൂരിപക്ഷത്തോടെ ജയിച്ച മഹായുതിയിലെ ഏറ്റവും വലിയ പാർട്ടി BJPയാണ്. 235-ൽ 132 MLAമാരും BJPയുടേതാണ്. ഇതും പോരാഞ്ഞ് കഴിഞ്ഞ തവണ ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ വലിയ പാർട്ടിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടും ഷിൻഡെയ്ക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായിരിക്കാൻ ഫഡ്നാവിസ് തയ്യാറായി. ഇക്കുറി പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ശക്തമായ നിലപാടിലായിരുന്നു ഫഡ്നാവിസ്. മഹായുതിയിലെ 3ാമത്തെ കക്ഷി അജിത് പവാറിന്റെ NCP കൂടി ഫഡ്നാവിസിന് പിന്തുണ അറിയിച്ചതോടെ ഷിൻഡെയുടെ വിലപേശൽ ശേഷിയും കുറഞ്ഞു. ഇതോടെയാണ് പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ വേണമെന്ന ആവശ്യം അംഗീകരിച്ച് സമവായത്തിന് ഷിൻഡെ തയ്യാറായതെന്നാണ് സൂചന. അവസാന നിമിഷം അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉടനുണ്ടായേക്കും. അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞയും അടുത്ത ദിവസം തന്നെ നടന്നേക്കും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. 295 റൺസിന്റെ വിജയം സ്വന്തമാക്കിയ ഇന്ത്യ താൽക്കാലിക ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ കീഴിൽ ആണ് നേട്ടം കുറിച്ചത്. യശസ്വി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും ബാറ്റിംഗ് മികവിലും ക്യാപ്റ്റൻ ബുംറയുടെയും മുഹമ്മദ് സിറാജിന്റെയും ബൌളിംഗ് മികവിലും ഇന്ത്യ സ്വന്തമാക്കിയത് ചരിത്ര നേട്ടമാണ്. കങ്കാരു പടയ്ക്കെതിരെ അവരുടെ നാട്ടിൽ പോയി ആധികാരിക വിജയം ഇന്ത്യ നേടുമ്പോൾ ചരിത്രപരം എന്നതിൽ കുറഞ്ഞൊന്നും ഈ വിജയത്തെ വിശേഷിപ്പിക്കാനില്ല. സ്വന്തം മണ്ണിൽ ന്യൂസിലൻഡിനോട് 3-0 എന്ന തോൽവിയുടെ ക്ഷീണം മാറ്റാൻ ഈ വിജയം ധാരാളം. 2ാം ഇന്നിംഗ്സിൽ 534 റൺസ് പിന്തുടരാനെത്തിയ ഓസ്ട്രേലിയയ്ക്ക് തുടക്കം തന്നെ പാളുകയായിരുന്നു. 12 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിലെന്ന നിലയിൽ 4ാം ദിനം ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ഒരു നിമിഷം പോലും വിജയപ്രതീക്ഷ നൽകാൻ ഇന്ത്യൻ ബൗളർമാർ സമ്മതിച്ചില്ല. ഒരറ്റത്ത് നിന്ന് 89 റൺസ് നേടിയ ട്രാവിസ് ഹെഡ് മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും നൽകിയത്. മറ്റെല്ലാ ബാറ്റർമാരും പെർത്തിലെ ചൂടിനേക്കാൾ ഇന്ത്യൻ ബൗളർമാരുടെ ചൂടേറിയ പന്തിൽ വിയർത്ത് ഉരുകുകയായിരുന്നു.
2 ഇന്നിംഗ്സുകളിലായി 8 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയുടെയും 5 വിക്കറ്റുകൾ വീഴ്ത്തിയ മുഹമ്മദ് സിറാജിന്റെയും തീയുണ്ടകൾക്ക് മുന്നിൽ ഓസ്ട്രേലിയയ്ക്ക് മറുപടിയില്ലാതെയായി. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗിൽ കൂറ്റൻ ലീഡ് സമ്മാനിച്ചത് യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലിയും ചേർന്നാണ്. 161 റൺസ് നേടിയ ജയ്സ്വാളും ലക്ഷക്കണക്കിന് ഇന്ത്യൻ ആരാധകർക്ക് തിരമാല പോലെ പ്രതീക്ഷ നൽകിയ കോഹ്ലിയുടെ സെഞ്ചുറിയും എടുത്തു പറയണം. രോഹിത് ശർമ്മയും രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ഇല്ലാത്ത ഇന്ത്യൻ നിരയെയും ഭയക്കണമെന്ന് കങ്കാരു പടകൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. IPL താരലേലത്തിൽ 2ാം ദിനം പുരോഗമിക്കുമ്പോൾ ഇന്നും ഞെട്ടലുകൾ ആണ്. 1ാം ദിനം പണം വാരിയെറിഞ്ഞ് ചരിത്രം രചിച്ചു എങ്കിൽ 2ാം ദിനം പ്രധാന താരങ്ങളെ ഒന്നും വാങ്ങാതെയാണ് 10 ടീമുകളും ഞെട്ടിച്ചത്. കെയ്ൻ വില്യംസൺ, ഗ്ലെൻ ഫിലിപ്സ്, അജിൻക്യ രഹാനെ, മയങ്ക് അഗർവാൾ, പൃഥ്വി ഷാ, ഷാർദുൽ താക്കൂർ എന്നീ താരങ്ങളെ ആരും വാങ്ങിയില്ല. ഫാഫ് ഡുപ്ലസിസ് അടിസ്ഥാന വിലയായ 2 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യൻ പേസ് ബൗളർ ഭുവനേശ്വർ കുമാറിന് 10.75 കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കി. വിവാദത്തിലെ സത്യമെന്ത്? സീപ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമല്ല എന്ന് പഠന റിപ്പോർട്ട്. സീപ്ലെയിനുകൾ ജലമലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നും ഇവയുടെ ലാൻഡിംഗ് മത്സ്യപ്രജനനത്തെ ബാധിക്കുന്നില്ല എന്നുമായിരുന്നു ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന 6 അംഗ പഠന സമിതിയുടെ കണ്ടെത്തൽ. എന്നു മാത്രമല്ല, പദ്ധതി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുമെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആദ്യമായി ന്യൂസ് 18 പുറത്തുവിടുകയാണ്. 2014 ശാസ്ത്രജ്ഞർ അടങ്ങുന്ന 6 അംഗ കമ്മിറ്റിയാണ് വിവാദ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത്. 9 അധ്യായങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ചുള്ള പല അബദ്ധധാരണകളും ദൂരീകരിക്കുന്നതാണ്. അബദ്ധം 1. സീപ്ലെയിൻ കായലിന്റെ അടിത്തട്ട് ഇളക്കി മറിക്കും. പ്ലെയിൻ പറന്നിറങ്ങുന്നതിനായി 1.5 കിലോമീറ്റർ നീളമുള്ള റൺവേയും ഹൈഡ്രോഡോം സ്ഥാപിക്കുന്നതിനായി 250 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലവുമാണ് കായലിൽ ആവശ്യം. സാധാരണ ലാൻഡിംഗിൽ നിന്ന് വ്യത്യസ്തമായി സാവകാശത്തിൽ തെന്നിയാണ് ലാൻഡിംഗ്. ഇത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന പ്രകമ്പനം മാത്രമാണ് കായലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്നത്. മത്സ്യപ്രജനനത്തെ തടയും വിധം അടിത്തട്ട് ഇളക്കി മറിക്കുകയോ ജലത്തിന്റെ രാസഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സീപ്ലെയിൻ ഇന്ധനം നിറയ്ക്കുന്നത് എയർപോർട്ടിൽ നിന്നുമാണ്. പ്ലെയിനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം മാലിന്യങ്ങളും പുറന്തള്ളാനില്ല. ഈ മേഖലയിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന കരിമീനുകൾ മുട്ടയിടുന്നത് അധികം ആഴമില്ലാത്ത ഇടങ്ങളിൽ തെളിമയുള്ള വെള്ളത്തിലാണ്. റൺവേക്ക് വേണ്ടതാകട്ടെ ആഴമുള്ള ഇടവും. ഉത്പാദനത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടർബുലൻസ് ഉണ്ടാവുന്നില്ല എന്നല്ല, ഒരു ചേർണിംഗ് ഉണ്ടാകുന്നില്ല. കാരണം 1.5 മീറ്റർ ആഴമുള്ള സ്ഥലമാണ്. അബദ്ധം 2. സീപ്ലെയിൻ മത്സ്യസമ്പത്തിനെ ബാധിക്കും. തൊഴിലാളി സംഘടനകൾ ആരോപിച്ചതുപോലെ ആശങ്ക പരത്തും വിധം ജലമലിനീകരണമോ പാരിസ്ഥിതിക ആഘാതമോ ഉണ്ടാക്കുന്നതല്ല പദ്ധതിയെന്ന് പഠനം വ്യക്തമാക്കുന്നു. പ്ലെയിൻ പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ മത്സ്യപ്രജനനത്തെ ദോഷകരമായി അത് ബാധിക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടം നഷ്ടപ്പെടുമെന്നതും ആശങ്ക പരത്തി. എന്നാൽ ഇതിനെല്ലാം തന്നെ കൃത്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് റിപ്പോർട്ട്. അത് ധാരാളമായിട്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന പ്രദേശം ഒഴിവാക്കിക്കൊണ്ട് കൈനകരിയിലെ വട്ടക്കായൽ വളരെ ആഴമുള്ള ഒരു കായലാണ്. ഫിഷിംഗ് അധികം ഇല്ലാത്ത സ്ഥലമാണ്. ഇങ്ങനെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത്. അബദ്ധം 3. കായലിൽ വലിയ നിർമ്മാണങ്ങൾ നടക്കും. ബോയകളും സഞ്ചാരികൾക്ക് ഇറങ്ങാനുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിയും ടെർമിനലായി ഉപയോഗിക്കുന്ന ഹൌസ് ബോട്ടുകളുമെല്ലാം താൽക്കാലിക നിർമ്മാണമായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നില്ല. ലാൻഡിംഗ് സമയത്ത് ജലോപരിതലത്തിൽ സീപ്ലെയിൻ ഉണ്ടാക്കുന്ന ഇളക്കം ജലത്തിൽ പ്രാണവായുവിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇത് മത്സ്യവളർച്ചയ്ക്ക് ഗുണകരമാണ്. അതേസമയം മത്സ്യബന്ധനം നിരോധിക്കേണ്ടി വരുന്ന മേഖലയിലെ തൊഴിലാളികളുമായി ചേർന്ന് വേണം പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. കമ്മിറ്റി 2014 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു വ്യക്തമായ പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടും ആശങ്കയുടെ പുകമുറ ഇന്നും സൃഷ്ടിക്കുകയാണ് CPI. പണ്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ ഇടതുപക്ഷം നടത്തിയ സമരം പോലെ പരിഹാസ്യമായി ഈ സമരവും നാളെ ചരിത്രത്തിൽ ഇടം നേടും. മലയാളികൾക്ക് ഒരു പദ്ധതി കൂടി നഷ്ടമാവുകയും ചെയ്യും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
സീപ്ലെയിൻ പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ച് ആലപ്പുഴ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. കായലിൽ തന്നെ സീപ്ലെയിൻ ഇറക്കണമെന്ന് എന്താണ് വാശിയെന്ന് ആഞ്ചലോസ് ന്യൂസ് 18നോട് ചോദിച്ചു. പദ്ധതി ഉൾനാടൻ മത്സ്യബന്ധനത്തിന് ദോഷം തന്നെ എന്ന നിലപാടിൽ ആണ് ധീവര സഭയും. മറക്കരുത് നമ്മുടെ വയനാടിനെ. സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾപ്രവാഹത്തിൽ പ്രിയമകനെ കൈവിട്ടുപോയതിൻ്റെ വേദനയിൽ നീറുകയാണ് ചൂരൽമല സ്വദേശിനി താഹിറ KS. 7 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച താഹിറയുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ 8 വയസ്സുകാരൻ മുഹമ്മദ് ഇഷാനിൽ ആയിരുന്നു. ഉപ്പ ഷാദ് മുഹമ്മദിനെയും ഉമ്മ ആമിനയെയും ഇഷാനൊപ്പം താഹിറയ്ക്ക് ദുരന്തത്തിൽ നഷ്ടമായി. അന്നും പതിവ് പോലെ പ്രാർത്ഥിച്ചു സലാം ചൊല്ലിയാണ് മുഹമ്മദ് ഇഷാൻ കിടന്നത്. ആ രാത്രി സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾ താഹിറയുടെ വീടിനെയും തുടച്ചു നീക്കി. എല്ലാമായ മകൻ കൈവിട്ടു പോകുമ്പോൾ നിസ്സഹായയായി ഈ അമ്മ. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. പക്ഷേ ഞാൻ ആ ചളിയിൽ നിന്ന് എണീച്ച് വരുമ്പോൾ എൻ്റെ കയ്യെത്തും ദൂരത്തായിട്ട് തന്നെ ഉപ്പയുമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഭയങ്കര വിഷമം തോന്നി. ഞാൻ എണീച്ച് വന്നപ്പോൾ എൻ്റെ അത്രയും അടുത്ത് അവരുണ്ടായിരുന്നു. 7 വർഷം മുൻപാണ് ഭർത്താവ് സിറാജുദ്ദീൻ മരിച്ചത്. തയ്യൽ ജോലി ചെയ്താണ് മകൻ മുഹമ്മദ് ഇഷാനെ താഹിറ വളർത്തിയത്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം ജീവിതം കരുപ്പിടിപ്പിച്ചു വരുമ്പോഴാണ് എല്ലാം നഷ്ടമായത്. അന്ന് പ്രധാനമന്ത്രി ആശുപത്രി സന്ദർശിക്കുമ്പോൾ താഹിറയും ഉണ്ടായിരുന്നു അവിടെ. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും കാണാൻ വന്നപ്പോൾ നമ്മളെ നെയ്സമോളെ കാണാൻ വേണ്ടി വന്ന് ആ കുട്ടിയായിട്ട് നല്ല സ്നേഹമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെഡിലാണ് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നത്. അത് അവിടെ വന്ന് സംസാരിച്ച് അങ്ങനെ പോയി. പക്ഷെ അതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പം വെറും ഒരു പ്രകടനമാണോ എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ അതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. വിഷമമുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട്. ഇനി പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണം. എത്ര കാലം ഇങ്ങനെ വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്ന് അറിയില്ല. സർക്കാർ കൈവിടില്ലെന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. താഹിറ പറഞ്ഞു നിർത്തി. അവരെ ഓർമ്മകളിലൂടെ തന്നെ അവരെ ആഗ്രഹങ്ങളിലൂടെ എൻ്റെ മോന് ഒരുപാട് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. ഭയങ്കര ബോൾഡായ കുട്ടിയാണ്. വെള്ളാർമല സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നല്ല ഇതാണ്. അപ്പം ഒരുപാട് ഓർമ്മയും സ്വപ്നങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിലൂടെ എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളിതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശരണപാതയിൽ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. തത്സമയം
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ആര്യ ആർ ദേവൻ ചേരും. നമസ്കാരം.